ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഹണി കേഡ് ഫേഷ്യൽ പാക്കിനെ പറ്റിയാണ് കേട്ടോ. നമ്മൾ ഈ മഴക്കാലത്തൊക്കെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നല്ല മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ പറ്റുന്ന വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് വിധം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. അപ്പോൾ കട്ടി തൈരല്ല, വേണമെങ്കിൽ നമുക്ക് കട്ടി തൈര്. നല്ല കേടെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നല്ല കേടാണ്. അപ്പോൾ കടയിലൊക്കെ കിട്ടുന്നത് നല്ല കട്ടി കേടാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അതെടുത്ത് ആദ്യം ക്ലെൻസപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ മുടിയൊക്കെ നല്ല വൃത്തി വെച്ചിട്ട് ഒരു ബോണൊക്കെ വെച്ചിട്ട് നല്ല വൃത്തി മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാം നല്ല മുഖത്ത് എല്ലാം നമ്മുടെ കഴുത്തിലും നെറ്റിയിലൊക്കെ നന്നായിട്ട് കവളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ക്ലെൻസിങ് പോലെ ഇരിക്കണം. നമ്മുടെ പാലായാലും ഇതായാലും നന്നായിട്ടൊരു ഇത് കിട്ടും കേട്ടോ. കേടെന്ന് വെച്ചാൽ നമ്മുടെ മുഖം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനൊക്കെ നമ്മളെ ഈ മഴക്കാലത്തൊക്കെ നല്ല വൃത്തി സഹായിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലെൻസപ്പ് എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് ഈ 3 പ്രാവശ്യം. ഇത് നമ്മൾ സിംഗിളായിട്ട് ചെയ്യുന്നുണ്ടാണ്. നമുക്കിത് വേറൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് നല്ലൊരു മസാജ് കിട്ടും. അപ്പോൾ ഞാനിത് മാക്സിമം ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസൊക്കെ നല്ല വൃത്തി 3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് ചെയ്യണം. ഫോർഹെഡൊക്കെ നല്ല വൃത്തി 3 പ്രാവശ്യം നന്നായിട്ട് ചെയ്ത് നന്നായിട്ട് ക്ലെൻസിങ്. അപ്പം നന്നായിട്ട് മുഖത്ത് നല്ല ഡെഡ് സ്കിന്നോ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കും. അപ്പോൾ ഈ 3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് കുറച്ചും കൂടെ നമുക്ക് മുഖത്ത് നല്ല ഗ്ലോ കിട്ടും കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ പാക്ക്. മുഖത്ത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. നല്ല വൃത്തിയ മഴക്കാലത്തൊക്കെ നമ്മളിപ്പോൾ മുഖത്ത് നല്ല ഡ്രൈ സ്കിന്നായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നന്നായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് ഡെയിലി ആഴ്ചയിൽ 2 തവണയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല വൃത്തി ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നല്ല വൃത്തി നല്ലൊരു തുണി വെച്ച് തന്നെ തുടയ്ക്കണം. നല്ലൊരു കോട്ടൺ തുണി വെച്ച് തുടയ്ക്കണം കേട്ടോ. അപ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് എൻ്റെ മാറ്റങ്ങൾ കേട്ടോ. നല്ല ഗ്ലോ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ക്ലീനപ്പ് ചെയ്തപ്പോൾ തന്നെ കേട്ടോ. നല്ല മാറ്റമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇനി പോകുന്നത് ഫേസ് പാക്ക് കേട്ടോ പോകുന്നത്. നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ ടൈറ്റൊക്കെ നന്നായിട്ട് മാറി എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്ന ഒരു റെമഡിയും കൂടിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെമഡിയും കൂടിയാണ്. അപ്പോൾ അടുത്തത് പറഞ്ഞത് നമ്മളെ ഫേസ് പാക്കാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് വരുന്ന ഫേസ് പാക്കാണ്. അപ്പോൾ കേട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഹണി അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ മറ്റേ ഡാർബറിൻ്റെ ഒരു ഹണിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് ഇത് കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പം 1 ടീസ്പൂൺ നല്ല വൃത്തി കിട്ടിയിട്ടുണ്ട്. അതും കുറച്ച് ഒരു പിച്ച് നല്ലൊരു നമ്മളെ കസ്തൂരി മഞ്ഞള പച്ചമഞ്ഞള എന്ത് മഞ്ഞളായാലും കുഴപ്പമില്ല. അതൊക്കെ അതിലെടുത്ത് നന്നായിട്ട് കലക്കുക. അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. നല്ലൊരു ഇതാണ്. അപ്പം മുഖത്ത് നല്ലൊരു അസിഡിറ്റിയും മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് ഹൈ പിഗ്മെൻറ്റേഷനും ഒക്കെ ഡിസ്കളറേഷനൊക്കെ എല്ലാം മാറ്റം കിട്ടുന്ന ഒരു നല്ലൊരു പാക്കും കൂടിയാണ്. അപ്പം ഞാൻ ഇത് തൈര് കേട് ലൂസായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല കട്ടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുഖത്ത് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ ഫേസ് പാക്കിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ഫേഷ്യൽ ഇടുന്ന സ്റ്റെപ്സാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടെ ഇടേനെ കേട്ടോ. അപ്പം നല്ല ഇത് കിട്ടും. അപ്പോൾ ഞാനൊരു ഇട്ട സമയം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റോളം 10-15 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നമ്മുടെ കേടിലുണ്ടാകുന്ന ആസിഡിറ്റിയും അതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ള എല്ലാം നന്നായിട്ട് മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം കിട്ടും കേട്ടോ. തേനായാലും അങ്ങനെ തന്നെ ആൻറ്റി ബാക്ടീരിയയും മഞ്ഞളിലുണ്ടാകുന്ന ആൻറ്റി ബാക്ടീരിയയും പിന്നെ അതുപോലെ
ആൻറ്റി ഏജൻസും എല്ലാം മുഖക്കുരു എല്ലാം മാറിയതാ. ഇത് ഞാൻ അവസാനം ഞാൻ ഇതാ കഴുകി കളഞ്ഞിട്ട് റിസൾട്ടാണ് കേട്ടോ. അടിപൊളി റിസൾട്ടായിട്ട് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്.